എല്ലാവർക്കും പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കറണ്ട് അഫയറിന്റെ ഭാഗത്ത് നിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പൊ കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പിനെ കുറിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതായത് ലോകത്തിലെ കായിക മത്സരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു കായിക മാമാങ്കം എന്ന് പറയുന്നത് ഒന്ന് ഒളിമ്പിക്സ് ആണ്. സോ അതിനുശേഷം വരുന്ന ഒരു കായിക മാമാങ്കമാണ് ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഫിഫ വേൾഡ് കപ്പില് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോ എന്റെ സ്ക്രീനിൽ നിങ്ങൾ പ്രധാനമായിട്ടും 3-4 കാര്യങ്ങൾ കാണുന്നുണ്ട്. നമുക്ക് അതൊന്ന് പറഞ്ഞതിന് ശേഷം മുന്നോട്ട് പോവാം. അപ്പോ ആദ്യം ഫിഫ വേൾഡ് കപ്പ് 2026 ഏറ്റവും അവസാനമായിട്ട് ഫിഫയുടെ വേൾഡ് കപ്പ് നടന്നത് 2026 23-ാമത്തെ വേൾഡ് കപ്പാണ് നടക്കുന്നത്. 1930 വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് 2030 ആകുമ്പോൾ 100 വർഷമാകും വേൾഡ് കപ്പ് സ്റ്റാർട്ടായിട്ട്. അപ്പൊ 1930 തൊട്ട് 4 വർഷം കൂടുമ്പോ തുടർച്ചയായി നടന്നു വരുന്ന ഒരു കായിക മാമാങ്കമാണ് ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. 1942-ലും 1946-ലും രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയമായതുകൊണ്ട് ആ 2 വർഷങ്ങളിൽ ഫിഫയുടെ വേൾഡ് കപ്പ് നടന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോ 2026 നടന്ന വേൾഡ് കപ്പ് 23-ാമത്തെ വേൾഡ് കപ്പ് ആകുന്നത്. ഇനി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്ന മറ്റൊരു വസ്തുത മെക്സിക്കോ, കാനഡ, USA. അതായത് 2026 വേൾഡ് കപ്പ് നടക്കുന്നത് മെക്സിക്കോയിലും കാനഡയിലും അതുപോലെ USA-യിലുമാണ്. ആദ്യമായിട്ടാണ് ഫിഫയുടെ ഒരു വേൾഡ് കപ്പ് 3 രാജ്യങ്ങളിലായിട്ട് നടക്കുന്നത്. അത് ഏതൊക്കെയാണ്? മെക്സിക്കോ, കാനഡ, അതുപോലെ അമേരിക്ക. പിന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫുട്ബോൾ കാണാം. എല്ലാ വേൾഡ് കപ്പിലും ഒരു ഫുട്ബോൾ ഇല്ലാതെ ഫുട്ബോൾ കളിക്കാൻ പറ്റത്തില്ലല്ലോ, ഫുട്ബോൾ കാണും. അപ്പോ വേൾഡ് കപ്പിന്റെ ഫുട്ബോളിന് ഒരു പേര് കൊടുക്കാറുണ്ട്. ഇപ്രാവശ്യത്തെ ഫുട്ബോളിന്റെ പേരെന്ന് പറയുന്നത് ട്രയോണ്ട എന്നാണ്. എന്താണ് ട്രയോണ്ട? അത് സൂചിപ്പിക്കുന്നത് 3 രാജ്യങ്ങളിലായിട്ട് വേൾഡ് കപ്പ് നടക്കുന്നത് കൊണ്ട് ആ ഒരു ഐക്യത്തിന് വേണ്ടിയിട്ടാണ് ട്രയോണ്ട എന്നുള്ള പേര് ആ ഒരു ഫുട്ബോളിന് കൊടുത്തത്. പിന്നെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് തീർച്ചയായും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട താരങ്ങളെല്ലാം എടുത്തുയർത്തിയ ഒരു വേൾഡ് കപ്പ് ഫിഫ. പിന്നെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഫിഫയുടെ വേൾഡ് കപ്പ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താരങ്ങളെല്ലാം എടുത്തുയർത്തിയ, അങ്ങനെ പറയാൻ പറ്റത്തില്ല, ചിലരുടെ ഒന്നും ഇഷ്ടപ്പെട്ട താരങ്ങൾ അത് തൊട്ടിട്ട് പോലുമില്ല. അപ്പോ അതാണ് ഫിഫയുടെ വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. സ്വർണം കൊണ്ട് നിർമ്മിച്ചതാണ് ഫിഫയുടെ വേൾഡ് കപ്പ്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഫിഫയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഇപ്പോ നടക്കുന്നത് 23-ാമത്തെ വേൾഡ് കപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 23-ാമത്തെ വേൾഡ് കപ്പാണ് 2026 നടക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, 2030 നടക്കാൻ പോകുന്നത് ഫിഫയുടെ 100-ാമത് വാർഷികം, അതായത് 100 വർഷമാകുന്ന വേൾഡ് കപ്പാണ്. അതും കൂടെ ഒന്നോർത്ത് വെച്ചോണം കേട്ടോ. ഓക്കെ, ഇനി ഈ വേൾഡ് കപ്പിന് ആരൊക്കെയാണ് ആതിഥേയ രാജ്യങ്ങളായിട്ടുണ്ടായിരുന്നത്? കാനഡ, മെക്സിക്കോ, അതുപോലെ US. ജൂൺ 11 മുതൽ ജൂലൈ 19 വരെയാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. 48 ടീമുകളാണ് ഇപ്രാവശ്യം വേൾഡ് കപ്പിൽ മത്സരിച്ചത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇത്രയും നാളും 32 ടീമുകളായിരുന്നു മത്സരിച്ചുകൊണ്ടിരുന്നത്. അത് മാറിയിട്ട് കൂടുതൽ രാജ്യങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 48 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. ആദ്യം ഈ ഒരു ഗെയിം തുടങ്ങുന്ന സമയത്ത് ഗ്രൂപ്പ് ഘട്ടം എന്ന് പറയും. അതായത് ഒരു ഗ്രൂപ്പില് 4 രാജ്യങ്ങൾ വീതം ഉണ്ടാവും, അവർ പരസ്പരം കളിക്കും. അങ്ങനെയാണ് വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ 12 ഗ്രൂപ്പുകളിലായിട്ട് 48 രാജ്യങ്ങളാണ് ഈ ഒരു വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്നത്. കൂടുതൽ രാജ്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ മത്സരങ്ങളും കാണുമല്ലോ. അപ്പോൾ ഇപ്രാവശ്യം വേൾഡ് കപ്പാണ് കൂടുതൽ മത്സരങ്ങൾ നടത്തിയ വേൾഡ് കപ്പ്. 104 മത്സരങ്ങളാണ് ഈ ഒരു വേൾഡ് കപ്പില് നടന്നത്. ഈ ഒരു വേൾഡ് കപ്പിന് ഉപയോഗിച്ച പന്തിന്റെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞു, ട്രയോണ്ട എന്നാണ്. ട്രിയോണ്ട എന്നൊക്കെ നമുക്ക് പറയാം. അതുപോലെ ഇതിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് VR26 എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു വേൾഡ് കപ്പിന്റെ ഔദ്യോഗിക ഗാനം ഷക്കീരയുടെ ഡായി ഡായി എന്ന് പറയുന്നതാണ്. ഷക്കീരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2008 സൗത്ത് ആഫ്രിക്കയിലെ വേൾഡ് കപ്പ് നടന്ന സമയത്ത് ആ സമയത്തെ ഒഫീഷ്യൽ ഗാനം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, സാമിനാമിന വക്ക വക്ക എന്ന് പറയുന്നത്. അതും പാടിയത് ഷക്കീര തന്നെയാണ്. അതുപോലെ ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പിന്റെ ഗാനമായിട്ടുള്ള ഡായി ഡായി എന്ന് പറയുന്ന ഗാനം
ആലപിച്ചതും ആര് തന്നെയാണ്? ഷക്കീര തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് കൂടുതൽ ഫാക്ടുകളിലോട്ട് പോവാം. വേൾഡ് കപ്പിന് ഉപയോഗിച്ച പന്ത്, നമുക്ക് ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പന്താണ് വേൾഡ് കപ്പിന് ഉപയോഗിച്ചത്. ഇതിന്റെ പേരെന്താണ്? ട്രയോണ്ട എന്നാണ്. അപ്പൊ ഇതിന്റെ കൂടുതൽ പ്രത്യേകതകൾ നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഈ ഒരു ഫുട്ബോള് ട്രയോണ്ട എന്നുള്ള പേര് സൂചിപ്പിക്കുന്നത് 3 രാജ്യങ്ങളിൽ നടക്കുന്നു. ഈ 3 രാജ്യങ്ങളുടെ ഒരു ഐക്യത്തിനെയാണ് ട്രയോണ്ട എന്ന് പറയുന്ന പേര് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ ഒരു പന്ത് നിർമ്മിച്ചത് അഡിഡാസ് എന്ന് പറയുന്ന കമ്പനിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അഡിഡാസ് എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ അവരാണ് ഈ ഒരു പന്ത് നിർമ്മിച്ചത്. ഈ ഒരു പന്തിന്റെ വെളിയിൽ ട്രയോണ്ട എന്ന് എഴുതിയതിനൊപ്പം തന്നെ ഈ 3 ആതിഥേയ രാജ്യങ്ങളുടെ ചിഹ്നങ്ങളും ഉണ്ട്. അതായത് അമേരിക്കയുടെ ഒരു നക്ഷത്രം, കാനഡയ്ക്ക് വേണ്ടിയിട്ട് ഒരു മേപ്പിൾ ഇല, അതുപോലെ മെക്സിക്കോയെ പ്രതിനിധീകരിക്കുന്ന ഒരു കഴുകന്റെ ചിഹ്നം. ഞാൻ അത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ ആ പറഞ്ഞ 3 ചിഹ്നങ്ങൾ. നോക്കിയേ, സ്റ്റാർ അഥവാ നക്ഷത്രം, പിന്നെ മേപ്പിൾ ഇല, പിന്നെ അതുപോലെ തന്നെ ഒരു കഴുകന്റെ ചിഹ്നം. കണ്ടോ, ഇത് ആ 3 രാജ്യങ്ങളെ ആണ് സൂചിപ്പിക്കുന്നത്. ഇനി അതുപോലെ ഈ ഒരു ഫിഫ വേൾഡ് കപ്പിന്റെ സിമ്പൽ അല്ലെങ്കിൽ ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്ന 3 സിമ്പലുകളുണ്ട്. മാപ്പിൾ, സായു, ക്ലച്ച്. ഒന്ന് ഓർത്തിരുന്നാൽ മതി, മാപ്പിൾ, സായു, ക്ലച്ച്. ഇത് എവിടെങ്കിലും കേൾക്കുവാണെങ്കിൽ PSCയുടെ പരീക്ഷയ്ക്ക് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. മാപ്പിൾ, സായു, ക്ലച്ച്. ചുമ്മാ ഒന്ന് പറഞ്ഞിരുന്നാൽ മതി കേട്ടോ. മാപ്പിൾ, സായു, ക്ലച്ച്. ഓക്കെ, അതുപോലെ ഫിഫയുടെ ഈ ഒരു വേൾഡ് കപ്പിന്റെ ഔദ്യോഗിക ഗാനം ഞാൻ പറഞ്ഞു, ഡായി ഡായി എന്ന് പറയുന്ന ഷക്കീരയുടെ ഗാനമാണെന്ന് പറഞ്ഞു. ഇപ്പോ സ്ക്രീനിൽ കാണുന്നതാണ് ആ ഒരു ഗാനത്തിലെ ഒരു രംഗം. അപ്പോ ഈ ഒരു രംഗം കൂടുതൽ നോക്കിയിരിക്കേണ്ട, അതിന്റെ താഴെ എഴുതിയിരിക്കുന്ന കാര്യം വായിച്ചാൽ മതി. ഡായി ഡായി, ഇതാണ് ഔദ്യോഗിക ഗാനം കേട്ടോ. ഇത് ആലപിച്ചിരിക്കുന്നത് ഗായികയായിട്ടുള്ള ഷക്കീര ആണ്. ഷക്കീര. ഓക്കെ, ഇനി നമുക്ക് PSC വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ആദ്യത്തെ മത്സരവുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ആദ്യത്തെ മത്സരത്തിൽ മത്സരിച്ചത് മെക്സിക്കോയും അതുപോലെ സൗത്ത് ആഫ്രിക്കയുമാണ്. അതിൽ മെക്സിക്കോ എന്ത് ചെയ്തു? ആതിഥേയ രാജ്യമായിട്ടുള്ള മെക്സിക്കോ ജയിച്ചു. ഈ ഒരു മത്സരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 3 ചുവപ്പ് കാർഡുകൾ. ഫുട്ബോൾ കാണുന്നവർക്കറിയാം, ചുവപ്പ് കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കളിയിൽ നിന്ന് പുറത്തു പോകാനുള്ള സിഗ്നൽ ആണ്. അപ്പൊ 3 ചുവപ്പ് കാർഡുകൾ കാണിച്ച ഒരു മത്സരമായിരുന്നു ആദ്യത്തെ സൗത്ത് ആഫ്രിക്കയും അതുപോലെ മെക്സിക്കോയും തമ്മിലുള്ളത്. അതുപോലെ ആദ്യത്തെ സ്റ്റേഡിയം എവിടാന്ന് ചോദിക്കും. അത് മെക്സിക്കോയിലെ എസ്റ്റാഡിയോ അസ്റ്റെക്ക എന്ന് പറയുന്ന സ്റ്റേഡിയമാണ്. എന്താണ്? എസ്റ്റാഡിയോ അസ്റ്റെക്ക. എനിക്ക് തന്നെ പറയാൻ ബുദ്ധിമുട്ടാണ്. എസ്റ്റാഡിയോ അസ്റ്റെക്ക കേട്ടോ, വല്ലാത്ത പേരാണ്. എസ്റ്റാഡിയോ അസ്റ്റെക്ക. അപ്പോൾ ഈ ഒരു സ്റ്റേഡിയത്തിലാണ് മെക്സിക്കോയുടെയും അതുപോലെ ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ആദ്യത്തെ വേൾഡ് കപ്പ് മാച്ച് നടന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ ഗോൾ അടിച്ചത് ചിലപ്പോൾ ചോദിച്ചേക്കാം, ജൂലിയൻ കിനോൺസ് ആണ്. ജൂലിയൻ കിനോൺസ്. ജൂലിയൻ എന്ന് ആലോചിച്ചാൽ മതി. ജൂലിയൻ ആണ് ആദ്യത്തെ ഗോൾ അടിച്ചത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് മനസ്സിലായല്ലോ. ഇപ്പോ നിങ്ങൾ കാണുന്നതാണ് ആദ്യത്തെ ആ ഒരു മത്സരത്തിലെ രംഗങ്ങള്. ദക്ഷിണാഫ്രിക്കയും അതുപോലെ മെക്സിക്കോയും തമ്മിലുള്ളത്. ഗോൾ അടിക്കാൻ വേണ്ടി അവര് മത്സരിക്കുന്ന ആ ഒരു രംഗമാണ് ആദ്യത്തെ പിക്ചറിലുള്ളത്. അതുപോലെ തന്നെ റഫറി റെഡ് കാർഡ് കാണിക്കുന്നതാണ് രണ്ടാമത്തെ ചിത്രത്തിലുള്ളത്. ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചിരുന്നാൽ മതി. ദക്ഷിണാഫ്രിക്കയും മെക്സിക്കോയും മത്സരിച്ചു. അതിൽ 3 ചുവപ്പ് കാർഡുകൾ റഫറി കാണിച്ചു. ഓക്കെ, ക്ലിയർ ആണേ? അങ്ങനെ ആണെങ്കിൽ നമുക്ക് വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് പോകാം. ഓക്കെ, വേൾഡ് കപ്പിന്റെ ഫൈനൽ മത്സരം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ആരൊക്കെയായിരുന്നു? അർജന്റീനയും സ്പെയിനുമായിരുന്നു വേൾഡ് കപ്പിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടിയത്. ഓക്കെ, അർജന്റീനയുടെ ക്യാപ്റ്റനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരാണ്? ലയണൽ മെസ്സി. അതുപോലെ സ്പെയിനിന്റെ ക്യാപ്റ്റനാണ് റോഡ്രി കേട്ടോ. സ്പെയിനിന്റെ ക്യാപ്റ്റനാണ് റോഡ്രി. അപ്പോ ആ ഒരു മത്സരം 1 ഗോളിന് ആര് ജയിച്ചു? സ്പെയിൻ ജയിച്ചു. ഈ ഒരു കാര്യവും നിങ്ങൾക്ക് അറിയാം. സ്പെയിൻ ജയിച്ച് സ്പെയിൻ എന്താണ്? വേൾഡ് കപ്പ് നേടി. സ്പെയിൻ ഇതിനു മുമ്പ് 2010 വേൾഡ് കപ്പ് നേടിയത്. ഇപ്പോ സ്പെയിനിന്റെ 2ാമത്തെ വേൾഡ് കപ്പാണ്. ഓക്കെ, ആരാണ് ആ ഒരു ഗോൾ അടിച്ചത്? ആ ഗോൾ അടിച്ചത് ഫെറാൻ ടോറസ് എന്ന് പറയുന്ന പ്ലെയർ ആണ്. ഫൈനലില് സ്പെയിനെ വിജയിപ്പിച്ച ഏക ഗോള് അടിച്ചത് ആരാണ്? ഫെറാൻ ടോറസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മൈൻഡിൽ വെച്ചോണം കേട്ടോ. സ്പെയിന്റെ ക്യാപ്റ്റൻ, അതുപോലെ അർജന്റീനയുടെ ക്യാപ്റ്റൻ, ഗോൾ അടിച്ചത് ഫെറാൻ ടോറസ്. സ്പെയിനിന്റെ 2ാമത്തെ വേൾഡ് കപ്പ് നേട്ടമാണ്. അങ്ങനെ ആണെങ്കിൽ അർജന്റീനയ്ക്ക് എത്ര വേൾഡ് കപ്പ് ഉണ്ട്? 3 വേൾഡ് കപ്പ് ഉണ്ട് അല്ലെ? അർജന്റീനയ്ക്ക് എത്ര വേൾഡ് കപ്പ് ഉണ്ട്? 3 വേൾഡ് കപ്പ് ഉണ്ട്. അതായത് 2026 തൊട്ട് മുമ്പത്തെ വർഷം 2022 അർജന്റീനയാണ് വേൾഡ് കപ്പ് നേടിയത്, ഫ്രാൻസിനെ തോപ്പിച്ചുകൊണ്ട്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഫാക്റ്റ് ആണ്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് ഉള്ള രാജ്യം ഏതാണ്? അത് ബ്രസീലാണ് കേട്ടോ. ബ്രസീലിന് 5 വേൾഡ് കപ്പുകളാണ് ഉള്ളത്. ഓക്കെ, നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നതാണ് വേൾഡ് കപ്പിന്റെ ഫൈനലിലെ ചിത്രങ്ങൾ എന്ന് പറയുന്നത്. വേൾഡ് കപ്പിന്റെ ഫൈനൽ നടന്ന സ്റ്റേഡിയം മെറ്റ് ലൈഫ് സ്റ്റേഡിയമാണ്. ഞാനത് പറയാൻ വിട്ടു അല്ലേ. മെറ്റ് ലൈഫ് സ്റ്റേഡിയം ആണ്, ന്യൂയോർക്കിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയം ആണ് വേൾഡ് കപ്പിന്റെ ഫൈനൽ നടന്ന സ്റ്റേഡിയം. അതാണ് നിങ്ങൾ ആദ്യത്തെ പിക്ചറിൽ കാണുന്നത്. പിന്നെ രണ്ടാമത്തെ പിക്ചറിൽ കാണുന്ന ആ ഒരു ലോങ് പിക്ചർ എന്ന് പറയുന്നത് വേൾഡ് കപ്പിന്റെ ഫൈനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള ഒരു പിക്ചറാണ്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഇടയ്ക്ക് കളിക്കിടയ്ക്ക് ഫൗൾ നടക്കുന്നു, റെഫറി എന്ത് ചെയ്യുന്നു, ഫെർണാണ്ടസിന് ഒരു റെഡ് കാർഡ് കൊടുക്കുന്നു. പിന്നെ അതിനുശേഷം നമ്മുടെ ഫെറാൻ ടോറസ്, സ്പെയിനിന്റെ ഫെറാൻ ടോറസ് എന്ത് ചെയ്യുന്നു, അതായത് 90 മിനിറ്റും കഴിഞ്ഞ് കളി പോയി 120 മിനിറ്റ് വരെ കളിക്കേണ്ടി വന്നു. അപ്പോൾ ആ ഒരു എക്സ്ട്രാ വന്ന ടൈമില്, 90 മിനിറ്റിന് ശേഷമുള്ള എക്സ്ട്രാ വന്ന ടൈമില് ഫെറാൻ ടോറസ് ഗോൾ അടിച്ചുകൊണ്ട് സ്പെയിനിനെ വിജയത്തിലേക്ക് നയിക്കുന്നു. ആ വിജയത്തിലേക്ക് നയിച്ചതിന് ശേഷം, വിജയമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് അർജന്റീന താരങ്ങൾ സ്പെയിൻ താരങ്ങളെ അടിക്കുന്ന ഒരു ചിത്രവും കൂടെയാണ് നിങ്ങൾ ലാസ്റ്റ്, ഞാൻ ഇരിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല അല്ലേ, എന്റെ പുറയിലുള്ളത് കേട്ടോ. ഈ സ്ലൈഡ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തോന്നും ഈ ഗോളിന്റെ ചിത്രം ഒന്നും കൂടെ വലുതായിട്ട് കാണാൻ തോന്നും. ഇതാണ് ആ ഒരു ഗോളിന്റെ ഒരു വലിയ ചിത്രം എന്ന് പറയുന്നത്. കണ്ടോ, ഫെറാൻ ടോറസ് ഗോൾ അടിക്കുന്ന ആ ഒരു ചിത്രമാണ് നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നത്. ഈ ഒരു ഗോളോട് കൂടി സ്പെയിൻ എന്ത് ചെയ്തു, വേൾഡ് കപ്പ് രണ്ടാമത് നേടി. ആദ്യം 2010, പിന്നെ ഇപ്പോ നേടുന്നത് രണ്ടാമത്തതാണ് കേട്ടോ. ഓക്കെ, ഇപ്പോ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് സ്പെയിൻ വേൾഡ് കപ്പ് നേടിയതിന് ശേഷം അവർക്ക് ആ വേൾഡ് കപ്പ് കൊടുക്കുമല്ലോ, ആ ഒരു സെറിമണിയിൽ അവരുടെ പ്ലേയേഴ്സ് എല്ലാം കൂടെ ആ ഒരു വേൾഡ് കപ്പ് ഉയർത്തി നിൽക്കുന്ന ആ ഒരു ചിത്രമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ പഠിക്കണം. ഒന്ന്, ഈ ഒരു വേൾഡ് കപ്പ് സമ്മാനിക്കുന്നത് ആരാന്നാണ്. അമേരിക്കയിൽ വെച്ച് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് ആരായിരിക്കും? ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും. അങ്ങനെ ഡൊണാൾഡ് ട്രംപ് ആണ് സ്പെയിന് ഈ ഒരു വേൾഡ് കപ്പ് കൊടുക്കുന്നത്. അതുപോലെ നിങ്ങൾ അതിന്റെ കൂടെ നിൽക്കുന്ന ആളെ മനസ്സിലായോ? ഇതാണ് ഫിഫയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്, ജിയാനി ഇൻഫന്റീനോ. ജിയാനി ഇൻഫന്റീനോ ആണ് ഫിഫയുടെ പ്രസിഡന്റ്. പുള്ളിയും അതുപോലെ ഡൊണാൾഡ് ട്രംപും കൂടാണ് വേൾഡ് കപ്പ് ആർക്ക് കൊടുക്കുന്നത്? വിജയികളായിട്ടുള്ള സ്പെയിന് കൊടുക്കുന്നത്. അപ്പൊ ഫിഫയുടെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ മറക്കരുത്, ഫിഫയുടെ പ്രസിഡന്റ് ജിയാനി ഇൻഫന്റീനോ. ഓക്കെ, ഫിഫയുടെ പ്രസിഡന്റിനെ നമ്മൾ പറഞ്ഞു. അതുപോലെ ഫിഫയുടെ ആസ്ഥാനം വരുന്നത് സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് ആണ്. മറക്കരുത്, സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് ആണ് ഫിഫയുടെ ആസ്ഥാനം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി വേൾഡ് കപ്പ് ഒരു ടൂർണമെന്റ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം മികച്ച താരങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട്? അവാർഡുകൾ കൊടുക്കാറുണ്ട്. അപ്പോ ഈ ഒരു വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള അവാർഡ്, ഇതിനെ ഗോൾഡൻ ബോൾ എന്നാണ് പറയുന്നത്. ഈ ഒരു ഗോൾഡൻ ബോൾ കൊടുത്തത് സ്പെയിനിന്റെ റോഡ്രിക്കാണ് കേട്ടോ. സ്പെയിനിന്റെ റോഡ്രിക്കാണ് ഈ ഒരു ഗോൾഡൻ ബോൾ കൊടുത്തത്. ഇനി അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്ന താരത്തിന് കൊടുക്കുന്നത് ഗോൾഡൻ ബൂട്ട് എന്ന് പറയും. ഇത് ഫ്രാൻസിന്റെ കെലിയൻ എംബാപ്പയ്ക്കാണ് കിട്ടിയത്. എംബാപ്പയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 10 ഗോളുകളാണ് എംബാപ്പെ ഈ ഒരു വേൾഡ് കപ്പിൽ നേടിയത്. വേറെ ഒരു റെക്കോർഡും കൂടെ എംബാപ്പയുടെ പേരിലുണ്ട്. ഫിഫ വേൾഡ് കപ്പുകളിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച താരമായിട്ട് ആര് മാറി? കെലിയൻ എംബാപ്പെ മാറി. ആദ്യം മെസ്സി ഉണ്ടായിരുന്നു. മെസ്സിയെ വീണ്ടും 2 ഗോളുകൾ അടിച്ചുകൊണ്ട് എംബാപ്പെ എന്ത് ചെയ്തു? പൊട്ടിച്ചു. ഇപ്പൊ എംബാപ്പയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച, അതായത് വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച താരമായിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഗോൾഡൻ ഗ്ലൗ, അതായത് ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് ഗോൾഡൻ ഗ്ലൗ എന്ന് പറയുന്നത്. ഇത് സ്പെയിനിന്റെ ഉന്നായ് സിമോൺ എന്ന് പറയുന്ന ഗോൾ കീപ്പറിനാണ് കിട്ടിയത്. പുള്ളി കിടിലൻ ഗോൾ കീപ്പിംഗ് ആയിരുന്നു. അതായത് സ്പെയിൻ ഒരു കളിയിലും ഗോൾ വഴങ്ങാതെയാണ് എന്ത് ചെയ്തത്? സെമിയിലും ഫൈനലിലൊക്കെ വന്നിട്ടുള്ളത് ഗോൾ വഴങ്ങാതെ. അത്രയ്ക്കും കിടിലൻ ഗോൾ കീപ്പിംഗ് ആയിരുന്നു നടത്തിയത്. സോ അതുകൊണ്ട് തന്നെ ഉനായി സിമോൺ ആണ് മികച്ച ഗോളിക്കുള്ള ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം നേടിയത്. അതുപോലെ തന്നെ ഫെയർ പ്ലേ അവാർഡ്, ഏറ്റവും നല്ല സ്വഭാവ രീതിക്ക് കളിക്കുന്ന അല്ലെങ്കിൽ സ്വഭാവ രീതിക്ക് പെരുമാറിയ ഫെയർ പ്ലേ അവാർഡ് കിട്ടിയത് നെതർലൻഡിനാണ്. അതുപോലെ യങ് പ്ലെയർ, മികച്ച യുവതാരമായിട്ട് സ്പെയിനിന്റെ തന്നെ പാവു കുബാർസിയാണ് ഈ ഒരു യുവതാരമായിട്ട് തെരഞ്ഞെടുത്തത്. ഓക്കെ, ഞാൻ ഇവരുടെ എല്ലാം ചിത്രം ഒന്ന് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ കണക്ട് ആവും. ഇപ്പോ നിങ്ങൾ കാണുന്ന ആദ്യത്തെ ആ ഒരു പ്ലെയർ ആണ് റോഡ്രി എന്ന് പറയുന്നത്. ഈ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച താരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഗോൾഡൻ ബോൾ നേടിയ റോഡ്രി. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത് നിങ്ങൾ കാണുന്നത് ഫ്രാൻസിന്റെ എംബാപ്പയാണ്.
ഗോൾഡൻ ബൂട്ട് 10 ഗോളുകൾ അടിച്ചുകൊണ്ട് ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയത് എംബാപ്പയാണ്. അതുപോലെ തന്നെ ഗോൾഡൻ ഗ്ലൗ നേടിയത് സ്പെയിനിന്റെ ഉനായി സിമോൺ ആണ്. ഗോൾഡൻ ഗ്ലൗ നേടിയത് സ്പെയിനിന്റെ ഉനായി സിമോൺ ആണ്. മികച്ച യുവ താരമായി തെരഞ്ഞെടുത്തത് സ്പെയിനിന്റെ തന്നെ പാവു കുബാർസിയാണ് മികച്ച യുവ താരമായി തെരഞ്ഞെടുത്തത്. എനിക്ക് എന്റെ പുറകിൽ കാണുന്ന ആ ഒരു പിക്ചർ. അപ്പോൾ മികച്ച താരങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ കൂടെ മനസ്സിലായല്ലോ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് മറക്കരുത്, ഇത് ചോദിക്കും. ഇനി ഈ ലോകകപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഞാനിപ്പോൾ ക്യാമറ തന്നെയാണ് നോക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ നോക്കുന്ന പോലെ തോന്നുന്നത്. ഞാൻ ഇനി കുറച്ച് സ്ക്രീനിൽ നോക്കിക്കോട്ടെ, കാരണം കുറച്ച് കാര്യങ്ങൾ എനിക്ക് സ്ലൈഡ് നോക്കി മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതില് ലോകകപ്പില് തങ്ങളുടെ ചരിത്രപരമായ അരങ്ങേറ്റം കുറിച്ച 4 രാജ്യങ്ങളുണ്ട്. അതിലൊന്നാണ് കാബോ വെർദെ, ആഫ്രിക്കൻ രാജ്യമാണ്. കുറക്കാവോ എന്ന് പറയുന്ന ഒരു വടക്കേ അമേരിക്കൻ രാജ്യം. പിന്നെ ഉസ്ബെക്കിസ്ഥാൻ, മധ്യ ഏഷ്യയിൽ നിന്ന് ലോകകപ്പിന് യോഗ്യത നേടിയ ആദ്യത്തെ രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ. അതുപോലെ ജോർദാൻ. കാബോ വെർദെ, കുറക്കാവോ, ഉസ്ബെക്കിസ്ഥാൻ, ജോർദാൻ. നമ്മൾ ഈ 4 എണ്ണം വരുന്നതൊക്കെ ശ്രദ്ധിച്ചോണം, കാരണം PSCക്ക് 4 ഓപ്ഷൻ ഇടാൻ വളരെ എളുപ്പമാണ്. താഴെ പറയുന്നവയിൽ ഏത് രാജ്യമാണ് ഈ വേൾഡ് കപ്പിൽ അരങ്ങേറ്റം കുറിക്കാത്തത് എന്ന് പറഞ്ഞിട്ട് 4 രാജ്യങ്ങളുടെ പേര് തരാം. അപ്പൊ ഈ 4 രാജ്യങ്ങളുടെ പേര് ഓർത്തോണം: കാബോ വെർദെ, കുറക്കാവോ, ഉസ്ബെക്കിസ്ഥാൻ, ജോർദാൻ. അപ്പൊ ഇതിൽ ഞാൻ കാബോ വെർദയുടെ ഗോളിയുടെ ഫോട്ടോ അല്ലെങ്കിൽ അവരുടെ ക്യാപ്റ്റന്റെ ഫോട്ടോ ആണ് ഞാൻ എന്റെ ബാക്കിൽ വെച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു ഗോളിയെ നിങ്ങൾ ചിലപ്പോൾ റീലിലും ഷോർട്സിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പുള്ളി സേവ് ചെയ്യുന്നതൊക്കെ ഭയങ്കര അതിമാരകമായിട്ടുള്ള സേവിങ് ആയിരുന്നു ഈ ഒരു കളിയില് കാണിച്ചിട്ടുള്ളത്. അതായത് ആദ്യമായിട്ട് വേൾഡ് കപ്പ് കളിക്കുക എന്നുള്ള ചിന്തയൊന്നും ഇല്ലാതെ തന്നെ അതിമാനുഷികമായിട്ടുള്ള ഗോൾ സേവിങ്ങുകളാണ് നടത്തിയത്. പുള്ളിയുടെ പേരാണ് വൊസീഞ്ഞ എന്നാണ് കേട്ടോ. ചിലപ്പോൾ ചോദിക്കും കാബോ വെർദെ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഗോൾ കീപ്പറിന്റെ പേരെന്ത്? വൊസീഞ്ഞ എന്നാണ്. വൊസീഞ്ഞ മറക്കരുതേ. പുള്ളിയുടെ 2 മികച്ച സേവുകൾ ഞാൻ അടുത്ത പിക്ചറിൽ കാണിച്ചു തരാം. കണ്ടോ, നിങ്ങളിപ്പോ ഈ കാണുന്നതാണ് പുള്ളിയുടെ അതിമാനുഷികമായിട്ടുള്ള സേവിങ്ങൾ എന്ന് പറയുന്നത്. ഒരുപാട് സേവുകൾ നടത്തി. അങ്ങനെ ഈ പുള്ളി അത്യാവശ്യം ലോകത്ത് ഫേമസ് ആയി. വരുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറച്ച് ഫോളോവേഴ്സേ ഉള്ളായിരുന്നു. സോ വേൾഡ് കപ്പ് കഴിഞ്ഞ് പോകുമ്പോൾ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുമായിട്ടാണ് പുള്ളി പോകുന്നത്. കേപ്പ് വെർദയുടെ വൊസീഞ്ഞ എന്ന് പറയുന്ന ഗോൾ കീപ്പർ ആണ്. ഈ പേരും കേപ്പ് വെർദെ എന്നുള്ള പേരും മറക്കരുത്, കാരണം ഇത് ചോദിച്ചിരിക്കും, ഉറപ്പാണ്. ഇനി വേൾഡ് കപ്പും ഇന്ത്യയും തമ്മിലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. വേൾഡ് കപ്പ് ഇന്ത്യ കളിച്ചിട്ടില്ല, പക്ഷേ എങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഇന്ത്യ ഭാവിയിൽ വേൾഡ് കപ്പ് കളിക്കും എന്ന പ്രതീക്ഷയോടുകൂടി കുറച്ച് കാര്യങ്ങൾ വേൾഡ് കപ്പും ഇന്ത്യയും തമ്മിലുള്ളത് പഠിക്കാം. അതില് ഒന്നാമത്തത് 4 ഇന്ത്യൻ താരങ്ങൾ ഈ ഒരു ഫിഫ വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് മലയാളിയായിട്ടുള്ള തഹസീൻ മുഹമ്മദ് ജംഷീദ്. ഖത്തർ ടീമിനെയാണ് പ്രതിനിധാനം ചെയ്തത്. കളിക്കാൻ കഴിഞ്ഞില്ല, പക്ഷെ ആ ഒരു ടീമിൽ ഉണ്ടായിരുന്നു. 19കാരനാണ് തഹസീൻ മുഹമ്മദ് ജംഷീദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 19 വയസ്സാണുള്ളത്. വേൾഡ് കപ്പിൽ സാന്നിധ്യം അറിയിച്ച ആദ്യത്തെ മലയാളിയാണ് തഹസീൻ മുഹമ്മദ് ജംഷീദ്. ഇനി അതുപോലെ തന്നെ 3 കളിക്കാർ കൂടെ ഉണ്ട്. ഒന്ന് സർപ്രീത് സിംഗ്, നിഷാൻ വേലുപ്പിള്ള, സാമുവൽ മുത്തുസ്വാമി. ഈ 3 പേർക്കും അവസരം ലഭിച്ചായിരുന്നു. സർപ്രീത് സിംഗ്, നിഷാൻ വേലുപ്പിള്ള, സാമുവൽ മുത്തുസ്വാമി. ഏതൊക്കെ രാജ്യത്തിനെയാണ് അവർ പ്രതിനിധീകരിക്കുന്നത് എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവർ ഇന്ത്യൻ വംശജരാണ് കേട്ടോ. ഈ 4 പേരാണ് ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ ഇന്ത്യൻ പ്രതിനിധികൾ എന്ന് ഇന്ത്യക്കാരെ പ്രതിനിധീകരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഓക്കെ, അവർ മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് കളിക്കുന്നത്. ഇന്ത്യയും എന്തെങ്കിലും വേൾഡ് കപ്പ് കളിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഓക്കെ, വേൾഡ് കപ്പ് അല്ലെങ്കിൽ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ നമുക്ക് മറക്കാൻ കഴിയാത്ത ഈ കാലഘട്ടത്തിലെ ഇതിഹാസങ്ങളെയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സി, അതുപോലെ നെയ്മർ. ഇവരുടെ 3 പേരുടെയും അവസാനത്തെ ഒരു വേൾഡ് കപ്പ് ആയിരിക്കും ഇത് എന്നാണ് കരുതുന്നത്. അറിയില്ല ഇവർ അടുത്ത വേൾഡ് കപ്പ് കളിക്കുമോ എന്നുള്ളത്, പക്ഷെ അവരുടെ അവസാനത്തെ വേൾഡ് കപ്പ് ആയിട്ടാണ് ഇത് കരുതപ്പെടുന്നത് എന്ന് നമ്മൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് ഓർക്കാം. പക്ഷെ അവർ ഇനിയും വേൾഡ് കപ്പ് കളിക്കട്ടെ എന്നും നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. റൊണാൾഡോ, മെസ്സി, നെയ്മർ ഇവരുടെ കാര്യം പറഞ്ഞതുപോലെ മറ്റൊരു പ്ലെയർ ആണ് ലൂക്ക മോഡ്രിച്ച്. ഞാൻ റൊണാൾഡോ, മെസ്സി, നെയ്മറിന്റെ രാജ്യം ഏതാന്ന് പറയാത്തത് അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ്. റൊണാൾഡോ പോർച്ചുഗലാണ്, മെസ്സി അർജന്റീനയാണ്, നെയ്മർ ബ്രസീലാണ്, നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, അതുപോലെ തന്നെ ഇതിഹാസ തുല്യനായിട്ടുള്ള ഒരു പ്ലെയർ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ലൂക്ക മോഡ്രിച്ച്. ക്രൊയേഷ്യൻ പ്ലെയർ ആണ്. അദ്ദേഹവും ഈ ഒരു വേൾഡ് കപ്പിൽ നിന്ന് വിരമിക്കുവാണ്. ഒറ്റയ്ക്ക് ടീമിനെ തോളിലേറ്റി മുന്നോട്ട് കൊണ്ടുവന്ന ക്യാപ്റ്റൻ ആയിരുന്നു ലൂക്ക മോഡ്രിച്ച്. അദ്ദേഹവും എന്ത് ചെയ്യാണ്, ഈ ഒരു വേൾഡ് കപ്പോട് കൂടി കളി അവസാനിപ്പിക്കുകയാണ്. അപ്പം അതും കൂടെ ലൂക്ക മോഡ്രിച്ച് ഏത് രാജ്യക്കാരാണെന്ന് ചോദിച്ചാൽ ക്രൊയേഷ്യയാണ് കേട്ടോ.
അതുപോലെ ഈ ഒരു വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടെ, ടെക്നിക്കലി ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടെ പറയാം. അതിൽ ഒന്നെന്ന് പറയുന്നത് കൂളിംഗ് ബ്രേക്ക് ആയിരുന്നു. പണ്ടൊക്കെ വേൾഡ് കപ്പ് അല്ലെങ്കിൽ പണ്ടൊക്കെ ഫുട്ബോൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ്, ഇതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഒരു ഇന്റർവെല്ല്, അതായത് 45 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ഇന്റർവെല്ല്, ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പില് ഈ 45ന്റെ പകുതി, അതായത് ഒരു 22ാമത്തെ മിനിറ്റ് ആവുമ്പോൾ ഒരു കൂളിംഗ് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ബ്രേക്ക് കൊടുക്കും. അതുപോലെ സെക്കൻഡ് ഹാഫിൽ 45 മിനിറ്റ് കഴിഞ്ഞിട്ട് കളി തുടങ്ങുമ്പോൾ അവിടെയും ഒരു 22 മിനിറ്റ് കഴിയുമ്പോൾ 77ാമത്തെ മിനിറ്റ് ആകുമ്പോൾ അവിടെയും ഒരു കൂളിംഗ് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഇടവേള വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുക്കും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളിക്കാർക്ക് റെസ്റ്റ് എടുക്കാനാണെന്നാണ് ഫിഫ പറയുന്നത്. പക്ഷേ ഫുട്ബോൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി കളിക്കുമ്പോൾ പരസ്യം ഒന്നും കയറ്റാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പരസ്യം ഇടയ്ക്ക് കയറ്റാൻ വേണ്ടി രണ്ട് ചെറിയ ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നതാണെന്നാണ് പരക്കെയുള്ള ആക്ഷേപം കേട്ടോ. കൂളിംഗ് ബ്രേക്ക്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ വേൾഡ് കപ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട സംവിധാനമാണ് വാർ എന്ന് പറയുന്നത്, വീഡിയോ അസിസ്റ്റന്റ് റഫറി. പണ്ട് കാലത്ത് ഫുട്ബോൾ ഗ്രൗണ്ടിൽ ആരാണോ മെയിനായിട്ട് റഫറി നിൽക്കുന്നത് അവരുടെ തീരുമാനമായിരുന്നു അന്തിമമായിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ ഒരു റഫറിയെ സഹായിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും? വീഡിയോ അസിസ്റ്റന്റ് റഫറിയുടെ സഹായങ്ങൾ തേടാറുണ്ട്. പല കാര്യങ്ങൾക്ക് തേടാറുണ്ട് കേട്ടോ. യെല്ലോ കാർഡ് കൊടുക്കണോ, റെഡ് കാർഡ് കൊടുക്കണോ, ഓഫ് സൈഡ് ആണോ, ഗോൾ ആണോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് വീഡിയോ അസിസ്റ്റന്റ് റഫറി അല്ലെങ്കിൽ വാർ അവർ സഹായത്തിന് ചോദിക്കാറുണ്ട്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഓഫ് സൈഡിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഓഫ് സൈഡ് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവും. ഒരു നീല ടീം എന്ത് ചെയ്യുന്നു? ബോളും കൊണ്ട് പോകുന്നു. ഒരു വെള്ള കളിക്കാരൻ എന്ത് ചെയ്യുന്നു? അത് തടയാൻ വേണ്ടി നിൽക്കുന്നു. അതാണ് ആ വെള്ള ടീമിന്റെ ഏറ്റവും അവസാനത്തെ കളിക്കാരൻ. അപ്പോ ഇപ്പുറത്ത് നിൽക്കുന്ന നീല കളിക്കാരൻ ബോൾ കൊടുക്കുമ്പോൾ ഒരിക്കലും ഈ നീല ടീമിന്റെ ഒരു പ്ലെയറും ആ വെള്ള കളിക്കാരന്റെ അപ്പുറത്തുണ്ടാകാൻ പാടില്ല. കാരണം അങ്ങനെ ഉണ്ടായാൽ അത് ഓഫ് സൈഡ് ആയിട്ട് കണക്കാക്കും. അപ്പോൾ ഏകദേശം ഒരു കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നീല ടീമിന്റെ രണ്ട് പ്ലെയേഴ്സ്, ഒരു പ്ലെയർ ഈ വെള്ള ടീമിന്റെ ഏറ്റവും അവസാനത്തെ പ്ലെയറിനേക്കാളും ബാക്കിലാണ് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ ആ പ്ലെയറിന്റെ അപ്പുറത്താണ് ഉള്ളതെങ്കിൽ അത് ഓഫ് സൈഡ് ആയിട്ട് കണക്ക് കൂട്ടും. ഇതിനേക്കാളും കുറെ കാര്യങ്ങൾ ടെക്നിക്കലായിട്ട് പറയാനുണ്ട്. ഞാനിത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകത്തില്ല, ഒരുപാട് ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞാൽ എന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതാണ് ഒരു ബേസിക് സംഭവം എന്നൊന്ന് ഓർത്ത് വെച്ചോ കേട്ടോ. ഓക്കെ, അപ്പോ നോർമലി ഒരു സൈഡിൽ നിൽക്കുന്ന ഒരു റഫറിക്ക് നോക്കിയാൽ മനസ്സിലാവത്തില്ല ഇയാൾ അപ്പുറത്താണോ ഇപ്പുറത്താണോ. ഈ ബോള് അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഇയാൾ അപ്പുറത്തായിരുന്നോ ഇപ്പുറത്തായിരുന്നോ എന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതിനുവേണ്ടി എന്ത് ചെയ്യും? വീഡിയോ അസിസ്റ്റന്റ് റഫറിയുടെ സഹായം തേടും. അപ്പോൾ അത് ആ ഒരു ടെക്നിക്കലി ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാമറകൾ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് 3D ആയിട്ടൊക്കെ അത് ജനറേറ്റ് ചെയ്യും. എന്നിട്ട് ഈ റഫറിക്ക് എന്ത് ചെയ്യും? അതിന്റെ ഒരു സിഗ്നൽ ഒക്കെ പോകാറുണ്ട് കേട്ടോ. അപ്പോ നിങ്ങളിപ്പോ സ്ക്രീനിൽ നോക്കിയേ, ഇതാ ഒരു ലൈൻ വെച്ചേക്കുന്നുണ്ടോ? ആ ലൈൻ എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും ലാസ്റ്റ് പ്ലെയറിന്റെ കാലിന്റെ അല്ലെങ്കിൽ ലാസ്റ്റ് പ്ലെയറിന്റെ ഏറ്റവും ബാക്കിലുള്ള വശമാണ്. ഈ ചുവന്ന പ്ലെയറിനെ കണ്ടോ? പുള്ളിയുടെ കാല് ജസ്റ്റ് ഒരു ഇഞ്ചിന് ഫ്രണ്ടിലോട്ട് പോയതേ ഉള്ളൂ, ഓഫ് സൈഡ് ആയിട്ട് മാറി. അപ്പൊ ഇതൊന്നും നമുക്ക് സൈഡിൽ നിൽക്കുന്ന റഫറിമാർക്കൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? വാർ വഴി ചെക്ക് ചെയ്യുമ്പോൾ, വീഡിയോ അസിസ്റ്റന്റ് റഫറി വഴി ചെക്ക് ചെയ്യുമ്പോൾ അത് കാണാൻ വേണ്ടി പറ്റും. കണ്ടോ, ഇതൊരു ഓഫ് സൈഡ് ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത്. കാരണം ആ വെള്ള കളിക്കാരനേക്കാളും ഒരു ഇഞ്ച് ഫ്രണ്ടിലായിട്ടാണ് ആരുള്ളത്? ചുവന്ന കളിക്കാരനുള്ളത്. അപ്പൊ ഇതുപോലെ ടെക്നോളജി ഉപയോഗിക്കുന്നതാണ് വീഡിയോ അസിസ്റ്റന്റ് റഫറി, വാർ എന്ന് പറയുന്നത്. ഓക്കെ, വേൾഡ് കപ്പ് കഴിഞ്ഞു. വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം 2026 ജൂലൈയിൽ എന്ത് ചെയ്തു? വേൾഡ് റാങ്കിങ് വന്നു. അപ്പോ ചാമ്പ്യന്മാരായിട്ടുള്ള സ്പെയിൻ ആണ് 1ാം സ്ഥാനത്ത്. ഫൈനലിൽ വന്ന അർജന്റീനയാണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അങ്ങനെ കുറെ രാജ്യങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം ഒന്ന് നോക്കാം. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 138ആണ്. ലോകകപ്പിലല്ല, ഫുട്ബോളില് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 138ആണ്. 138ാം സ്ഥാനത്താണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ ഉള്ള രാജ്യമായ നമ്മുടെ ഇന്ത്യ നിൽക്കുന്നത്. എന്തെങ്കിലും മുന്നിലേക്ക് വരും, വേൾഡ് കപ്പ് കളിക്കും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ അപ്പോ ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഫുട്ബോൾ ലെജൻഡ് ആയിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും അതുപോലെ ലയണൽ മെസ്സിയുടെയും ഇവരുടെ 2 പേരുടെയും 2 റെക്കോർഡുകൾ, വേൾഡ് കപ്പിൽ നേടിയ 2 റെക്കോർഡുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അതിൽ ആദ്യം പറയാൻ പോകുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയാണ്. തുടർച്ചയായിട്ടുള്ള 6 വേൾഡ് കപ്പിൽ അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. ഈ 6 വേൾഡ് കപ്പിലും ഗോൾ അടിച്ച ഒരേ ഒരു താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. തുടർച്ചയായിട്ടുള്ള 6 വേൾഡ് കപ്പിൽ ഗോൾ അടിച്ച ഒരേ ഒരു താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. 2006, 2010, 2014, 2018, 2022, ഇപ്പോ 2026.
ഇങ്ങനെ 6 വേൾഡ് കപ്പിൽ തുടർച്ചയായി ഗോൾ അടിച്ച ഒരേ ഒരു താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇനി അതുപോലെ മെസ്സിയുടെ കാര്യം പറയുകയാണെങ്കിൽ ലയണൽ മെസ്സിയുടെ റെക്കോർഡ് എന്ന് പറയുന്നത് വേൾഡ് കപ്പ് മത്സരങ്ങളിൽ, അതായത് ഓരോ കളികളിലും അടുപ്പിച്ച് 9 കളികളിൽ ഗോൾ അടിച്ച ഒരേ ഒരു താരമാണ് ലയണൽ മെസ്സി എന്ന് പറയുന്നത്. അടുപ്പിച്ച് 9 വേൾഡ് കപ്പ് മാച്ചുകളിൽ ഗോൾ അടിച്ച ഒരേ ഒരു താരമാണ് ലയണൽ മെസ്സി. ഇത് പഠിക്കാൻ എളുപ്പമാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്താണ്? 7 ആണ്. അതുകൊണ്ട് തന്നെ 7-ൽ നിന്ന് 1 കുറച്ചാൽ 6 വേൾഡ് കപ്പിൽ ഗോൾ അടിച്ച താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ലയണൽ മെസ്സിയുടെ നമ്പറാണ് 10. അതുകൊണ്ട് തന്നെ 10-ൽ നിന്ന് 1 കുറച്ചാൽ 9 ഗോളുകൾ തുടർച്ചയായി അടിച്ച അല്ലെങ്കിൽ 9 മത്സരങ്ങളിൽ തുടർച്ചയായി ഗോൾ അടിച്ച താരമാണ് ലയണൽ മെസ്സി. അപ്പോൾ ഈ ഫുട്ബോൾ ലെജൻഡുകളുടെ ഈ ഒരു റെക്കോർഡ് കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഫിഫ വേൾഡ് കപ്പിന്റെ ക്ലാസ് ഇവിടെ നിർത്തുവാണ്. ഏകദേശം PSC ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ഞാൻ ഇവിടെ കവർ ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഇനി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നമുക്ക് ആ ഒരു കാര്യങ്ങൾ കൂടെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.